പരിപാടിയുണ്ട്. അടിപൊളി പടമാണ്. എല്ലാവരും പോയി കാണാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. ഷാനുവാസ് എല്ലാവരും കോമഡി അടിപൊളി. കോമഡി എല്ലാം ഉണ്ട്. കോമഡി മാസം എല്ലാം അടിപൊളിയാണ്. പ്ലീസ് സ്റ്റുഡൻ്റൊക്കെ അടിപൊളി. ആവശ്യമുള്ള എല്ലാ പരിപാടി അടിപൊളി അടിപൊളി രംഗണ്ണ തകർത്തു. ഇതുവരെ ഫഹദ കാണാത്ത ഇതിനു മുമ്പത്തെ ഒരു പരിപാടിയാണത്. അത് മാനറിസംസ് ആയാലും ഹ്യൂമർ ആയാലും എല്ലാം നമ്മൾ ഷമ്മിയിൽ കണ്ടതോ അല്ല ഒരു ക്യാരക്ടറിലും കണ്ട പരിപാടി ഇല്ല. അപ്പം ഞങ്ങളൊക്കെ ഈ സിനിമയിൽ ചെറിയ രീതിയിൽ വർക്ക് ചെയ്താണ്. ഞങ്ങളാണ് ആ പിള്ളേരെ റാഗ് ചെയ്യുന്ന സീനിയേഴ്സ്. അപ്പം വളരെ ചെറിയൊരു ഭാഗമാകാൻ പറ്റിയെങ്കിൽ ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പം പടം അടിപൊളി. എന്താ പിടിച്ചു എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം പടം. ഇമോഷനാണ് ഇമോഷൻ, സെന്റിയുണ്ട് സെന്റിയുണ്ട്, കോമഡിയാണ് കോമഡി, സ്റ്റണ്ടാണ് സ്റ്റണ്ട്, എല്ലാതും ഒരു രക്ഷയില്ല. അപ്പൊ അതെടുത്തു ഒരു ഉറപ്പാണത്, ഒരു രക്ഷയില്ല. പൊളിച്ചു തകർത്തു, ഒരു രക്ഷയില്ലാത്ത പടം. എല്ലാവരും ആവേശം കണ്ടവരൊക്കെ ആവശ്യത്തിലായിരിക്കും. അത് അതുപോലത്തെ ടോപ്പാണ്. ഇപ്പോൾ സ്റ്റണ്ടിനാണ് സ്റ്റണ്ട്, തമാശക്കാണ് തമാശ, ഇമോഷൻസിനാണ് ഇമോഷനിൽ. അപ്പൊ അതിനറിയാലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനറിയാം. അപ്പോൾ അതിൻ്റെ അഭിനയത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇമോഷനാണ് ഇമോഷണൽ. അപ്പോൾ അത് ഇമോഷണലായി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും. സ്റ്റണ്ടാണ് സ്റ്റണ്ട്, കോമഡിയാണ് കോമഡി. എന്താ പറയുക, ഫുൾ പാക്ക് പടം. വിഷുവിന് 3 പടങ്ങൾ അറിയണ്ടെങ്കിലും എന്തായാലും ആവേശമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാം. ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിലും പടം ആവേശം ഇഷ്ടമായില്ലെങ്കിലും യുവാക്കൾ ഈ പടം വിജയിച്ചിരിക്കും. വിഷുവിനെ എന്തായാലും അടിച്ച് പൊളിച്ചിരിക്കും ആവേശം. വിഷുവുണ്ട്, ആവേശം വിഷുവുണ്ട്. സിനിമ ആവേശം പോലെ തന്നെ എന്തായാലും നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ്. എല്ലാവർക്കും വന്ന് കാണാം. കാരണം യുവാക്കളുടെ കഥയാണെങ്കിലും നമുക്ക് ഫാമിലിയായിട്ട് വന്നാണ് ചിരിക്കാനുണ്ട്. കാരണം നമുക്കത് കോമഡി ആയിട്ട് എല്ലാവരും സംഭവം കാണിച്ചിട്ടുണ്ട്. സീരിയസ് ആണെങ്കിലും നമുക്ക് ഓരോ വാക്കുകളും ഓരോ ഡയലോഗും ആ പ്രസൻറ്റേഷനൊക്കെ നമുക്കതിൽ നല്ല ചിരിക്കാനുണ്ട്. നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് സംഭവമുണ്ട്. അത് പടം വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് പറയാം. ഫാസിൻ്റെ തന്നെ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഘടന കൊണ്ടും ശരീരഭാഷ കൊണ്ടും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല എഫക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കുടുംബസമേതം വന്ന് കാണാൻ പറ്റുള്ളൂ. പിള്ളേരൊക്കെ കാണിക്കാൻ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഉത്സവ ചിത്രം എന്ന് പറയും. അതേപോലെയുള്ള ഒരു രീതിയിലാണ് ഡയറക്ടർ എടുത്തേക്കുന്നത്. എന്തായാലും ഡയറക്ടർ ഇതിൽ അഭിനയിച്ച പിള്ളേർക്ക് ആ 3 കഥാപാത്രങ്ങളുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേരെന്തായാലും ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും 3 കഥാപാത്രങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വാസരി നല്ല ടോപ്പ് ലെവലിൽ നന്നായിട്ട് അഭിനയിച്ചു.